കൂത്താട്ടുകുളം അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന ലേല വിപണി ആഴ്ചയിൽ 2 ദിവസമാക്കുന്നതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും വിപണിയുടെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രാർത്ഥനയോട് കത്തിച്ചോട്ടെ. കൂത്താട്ടുകുളം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക ലേല വിപണിയായി പ്രവർത്തിക്കുന്നത് 2005 രജിസ്റ്റർ ചെയ്ത് 2009 മുതൽ കാർഷിക ലേല വിപണിയായി കൂത്താട്ടുകുളത്ത് ചെറിയ രീതിയിൽ പ്രവർത്തിച്ച് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണികളിലൊന്നായി മാറിയിരിക്കുന്ന വിപണി കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ബാഹുല്യം കൊണ്ട് രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ലേലം വൈകുന്നേരം രാത്രി 7, 7:30, 8 മണി വരെ പോകുന്നത് കാരണം വളരെ നമ്മൾ ബുദ്ധിമുട്ടിയാണ് ഇതിൻ്റെ സംഘാടകർ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോയത്. അത് നമ്മൾ അങ്ങനെയാണ് നമ്മളിത് ആഴ്ചയിൽ 2 ദിവസമാക്കി നടത്തുവാൻ തീരുമാനിച്ചത്. മറ്റേ ആഴ്ചയിൽ ചൊവ്വാഴ്ച മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന വിപണി ഇപ്പോൾ ആഴ്ചയിൽ ശനിയാഴ്ചകൾ കൂടി നടത്തപ്പെടുകയാണ്. ഈ പ്രദേശങ്ങളിലാകെയുള്ള ഈ 3 ജില്ലകളിലെ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റി കോട്ടയം, ഇടുക്കി ജില്ലകളുമായി അതിര് പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഈ 3 ജില്ലകളിലെയും ഒട്ടനവധി പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും കൃഷിക്കാരുടെ ഒരു ആശാകേന്ദ്രമായി ഇന്നിത് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി ലേല വിപണിയായി പ്രവർത്തിക്കുന്നു. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ ഒരു ദിവസം ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ ടേൺ ഓവറുള്ള, ഒരു വർഷം 2,64 ലക്ഷം രൂപ ആണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ. അപ്പോൾ ഇത് ഒരുപാട് ആളുകളുടെ സേവന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് ആളുകൾ നിസ്വാർത്ഥമായി സേവനം ചെയ്യുകയാണ് ഇതിന്. 13 കമ്മിറ്റിക്കാരും ഒരു ഓഡിറ്ററും അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ ഓഡിറ്ററും അതോടൊപ്പം തന്നെ 3 ക്ലറിക്കൽ സ്റ്റാഫും ഉൾപ്പെടെ 16-17 പേരുടെ വളരെ നല്ല കൂട്ടായ്മയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ വിപണിയെ ഈ നിലയിലെത്തിച്ചത്. ഇന്ന് അത് 2 വിപണിയായി ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റെജി ജോൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കർഷകശ്രീ അവാർഡ് ജേതാവ്, അതുപോലെ തന്നെ സംസ്ഥാന യുവജന കർഷകനുള്ള ഏറ്റവും നല്ല യുവജന കർഷകനുള്ള അവാർഡ് വാങ്ങിയ ശ്രീ മോനു വർഗീസ് മാമൻ്റെ സാന്നിധ്യത്തിലാണ് ഈ വിപണി ഇന്ന് 2 ദിവസമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ഒട്ടനവധി ത്യാഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ സഹായിക്കേണ്ട സർക്കാർ മാധ്യമങ്ങൾ, സർക്കാർ കാര്യമായി ഒരു സഹായവും നാളിതുവരെ നമുക്ക് ചെയ്തിട്ടില്ല. നിരവധി പ്രാവശ്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, മാറി വരുന്ന സർക്കാരുകളുടെ മുമ്പിൽ നിരവധി തവണ നിവേദനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ട് നമുക്കൊരു അനുകൂലമായ സാഹചര്യ നിലപാട് ഉണ്ടായിട്ടില്ല.
കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി വളരെ ഒരു ചെറിയ വാടകയ്ക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഇങ്ങനെയുള്ള വിപണികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. കൂത്താട്ടുകുളം ചന്ത കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റായിരുന്നു. കൂത്താട്ടുകുളത്ത് കാർഷിക മേഖലയാണ്. ധാരാളം പച്ചക്കറികളും അതോടൊപ്പം തന്നെ അവരുടെ വളർത്തു മൃഗങ്ങളും ആടും പശുവും പന്നിയും കോഴിയും എല്ലാം വിറ്റഴിക്കുന്ന ഒരു വിപണന കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് കൂത്താട്ടുകുളം. കൂത്താട്ടുകുളത്തെ പ്രദേശത്തെ കൂത്താട്ടുകുളത്തെ മാത്രമല്ല മറ്റ് കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂത്താട്ടുകുളത്ത് കൊണ്ടുവന്ന് വിറ്റഴിക്കുക പതിവായിരുന്നു. അതിൽ നിന്നെല്ലാം ചെറിയ കുറവുകളൊക്കെ വന്നെങ്കിൽ പോലും ഈ അടുത്ത കാലത്തായി എല്ലാ പഞ്ചായത്തുകളിലും ഈ ലേല വിപണികൾ ആരംഭിച്ചത് മുതൽ കൂത്താട്ടുകുളം 2005 ആഗസ്റ്റ് 22-ാം തീയതി കൂത്താട്ടുകുളത്തും ഒരു ലേല വിപണി തുടക്കം കുറിക്കുകയുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ വളരെ നല്ല തോതിൽ കർഷകരുടെ സഹകരണവും അതുപോലെ കച്ചവടക്കാരുടെ സഹകരണവും ഉണ്ടാവുകയും ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല കർഷകനുണ്ടാക്കുന്ന വാഴപ്പിണ്ടി മുതൽ പപ്പായ മുതൽ ഏതൊരു ഉൽപ്പന്നവും 1-2 എണ്ണമുള്ളെങ്കിൽ പോലും അത് ലേലവിപണിയിൽ എത്തിക്കുകയും ചക്കുക്കുരു അടക്കമുള്ള ഏത് സാധനങ്ങളും വിപണിയിൽ കൊണ്ടുവരാവുന്നതും അവർക്ക് നല്ല വില ലഭിക്കുന്നതുമായ ഒരു ലേലവിപണിയാണ് ഇന്ന് കൂത്താട്ടുകുളത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതാത് ദിവസം തന്നെ അതിൻ്റെ വില നൽകുന്നു എന്നതും ഈ വിപണിയെ സംബന്ധിച്ചുള്ള പ്രത്യേകതയാണ്. യാതൊരു തരത്തിലുള്ള കടവും പറയാതെ അവർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അന്ന് തന്നെ അവൻ്റെ വില ലേലം പോകുന്ന മുറയ്ക്ക് വില കൊടുക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് കൂത്താട്ടുകുളത്തുണ്ട്. ഈ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ബാഹുല്യം നിമിത്തം ഒരു ദിവസം ഇത് ലേലം ചെയ്തു പോകാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് രാത്രി 7:30 മണി വരെ ലേലം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇന്നു മുതൽ ലേല വിപണി ആഴ്ചയിൽ 2 ദിവസമാക്കാൻ തീരുമാനിച്ചത്. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഇപ്പോൾ കൂത്താട്ടുകുളത്ത് ലേല വിപണി പ്രവർത്തിച്ചു വരുന്നു. ശനിയാഴ്ച ലേല വിപണിയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയുണ്ടായി. ഇന്ന് ഉദ്ഘാടന ദിവസമായിട്ട് പോലും സാധാരണ വരുന്ന സാധനങ്ങൾ ശനിയാഴ്ചയും വിപണിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ കർഷകർ കൂത്താട്ടുകുളം വിപണിയിൽ വലിയ വിശ്വാസമർപ്പിക്കുകയും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ വിറ്റുപോകുമെന്നും നല്ല വില ലഭിക്കുമെന്നും കർഷകർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നത്. അതുമാത്രമല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രദേശത്തെ കച്ചവടക്കാരും നന്നായി വിപണിയോട് സഹകരിക്കുന്നു എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാ തരത്തിലും കൂത്താട്ടുകുളം അഗ്രികൾച്ചർ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ 21 വർഷമായി ഭംഗിയായി നടക്കുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതിനോട് സഹകരിക്കുന്ന മുഴുവൻ കർഷകരോടും കച്ചവടക്കാരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മാത്യു കൂത്താട്ടുകുളം മോഹൻ അമ്പാട്ടാരാണ് 82,571 കോഴിക്കോട് 590 രൂപ 2 പേര് 200 രൂപ 201 രൂപ 201 രൂപ 2 തരം 201 രൂപ 3 തരം രാജുഭായ് 201 രാജുഭായ് 201 രാജുഭായ് 2 തരം 200 രൂപ 201 രൂപ 2 തരം 210 രൂപ 10 211 രൂപ 2 തരം 211 രൂപ 11 3 തരം 468 കോഴിക്കോട് 170 രൂപ 470 രൂപ രാജുഭായ് 2 300 470 രൂപ 2 തരം 170 നമ്പർ 9 ഉണ്ടോ? കോഴിയുണ്ടോ? കോഴിയുണ്ടോ?
തിരിയാതെ 45 രൂപ ഒരു പേര് 2 പേര് 46 50 രൂപ 51 51 രൂപ ആ പോട്ടെ 52 രൂപ 53 2 പേര് 82 701 പച്ചക്കപ്പ ഇത് 18 രൂപ 18 രൂപ പച്ചക്കപ്പ 18 രൂപ 17 രൂപ 17 രൂപ ഇവിടെയാണോ 17 രൂപ പച്ചക്കപ്പ 17 രൂപ ഉറക്കെ പറഞ്ഞ് മേടിക്കണ്ട 16 രൂപ 2 തരം 16 3 തരം ജിജി മടിയ രൂപ 66 1 കിലോ 64 രൂപ 2 തരം 66 ചെരുവുണ്ടല്ലോ രൂപ ഓക്കെ 80 3 അതോ ഏരിയാസ് 82 471 കോഴിക്കോട് 471 ഇവിടെ 180 ചെടിയൊന്നല്ല അങ്ങനെ രൂപ 65 രൂപ 2 പേര് 66 രൂപ 66 3 സബ്സിഡി 82 277 ഒരു കിലോയ്ക്കാണ് 1 കിലോ 30 രൂപ 51 രൂപ 50 രൂപ 100 രൂപ 101 രൂപ 2 പേര് 105 രൂപ 125 രൂപ 2 പേര് 125 രൂപ 125 രൂപ 3 അടുത്ത ഒരു കെട്ട് പയർ 5 കൊണ്ടുവന്ന ആളോട് തന്നെ ചോദിക്കാം. അങ്ങനെ ഞാൻ സ്ലിപ്പ് നൽകണം കേട്ടോ. 17 രൂപ 16 പോകാൻ 17 രൂപ 2 പേരുണ്ടല്ലോ 17 എന്നാ ശരി ആയിക്കോട്ടെ ആദ്യം ഇവരെ കെട്ടാൻ പോലും പഠിച്ചില്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാവോ? ആ 324 കിലോ 60 രൂപ 60 രൂപ ഒരു തരം 60 രൂപ 2 തരം 60 രൂപ 2 61 61 രൂപ 62 രൂപ 3 രൂപ 4 രൂപ 64 രൂപ 2 തരം 64 3 തരം എന്നാ 62
17 രൂപ 17 ഗോപി 70 രൂപ 82 172